ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു രാവിലെ ഒരു 6 മണിക്ക് എണീറ്റുണ്ട്. ചിലപ്പോൾ 6 മണി 6:15 6:30 അതിൻ്റെ ഉള്ളിൽ എന്തായാലും എണീക്കും കേട്ടോ. അതുപോലെ സൺഡേ അല്ലേ. അപ്പോൾ ഞാൻ നേരെ ബാൽക്കണിയിൽ വന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയതാണ് അന്തരീക്ഷം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 മണി ആയാലും നേരെ അങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇരുട്ടാണ് ഇപ്പോഴും. നല്ല തണുപ്പും കാറ്റും കണ്ടോ, തെങ്ങിൻ്റെ പട്ടക്കാർന്ന് നല്ല തണുപ്പും കാറ്റൊക്കെ ആയിട്ട് ഒരു വൈബ് തന്നെയാണ്. രാവിലെ അവിടെ നിൽക്കുന്നത് താഴേക്ക് വന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. സൺഡേ ലീവുള്ള ദിവസമാണ് അധികം ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവും അധികം. അപ്പോൾ ഞാൻ ചപ്പാത്തി ഞാൻ ഇങ്ങനെ മാവ് ഇട്ട് തല്ലി ആരോ പറഞ്ഞ് നല്ല അമർത്തി കുഴിച്ച് നല്ല സോഫ്റ്റ് ആവുന്നു. അപ്പോൾ ചപ്പാത്തി കുഴിക്കുക. അപ്പോൾ ഏട്ടൻ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടൻ അതിനെല്ലാം ഉള്ളി അരിഞ്ഞ് തരികയാണ്. അപ്പോഴേക്ക് ഇതവിടെ അടുപ്പത്ത് നിന്ന് വഴുതനങ്ങ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാതും ആയത് കൈയോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി ടേബിളുമ്മ കൊണ്ടുവച്ചാലൊരു സമാധാനം. അപ്പോൾ അങ്ങനെ ചെയ്താൽ പിന്നെ ആ പണിയെ വേഗം കഴിയുള്ളൂ. അപ്പോൾ എന്നിട്ട് ഞാൻ ആ ചീനച്ചട്ടി അവിടെ കഴുകേണ്ടത് കഴുകി വെച്ചു. ഇത് ഗ്രീൻ ടീക്കുള്ള വെള്ളമാണ്. ചീനച്ചട്ടി കഴുകിയിട്ട് ഇതിലുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് ആവും. നമ്മൾ ഈ ഉള്ളി എന്തൊക്കെ വഴറ്റാനാച്ചാലും നമ്മളെ സാധാ അലുമിനിയത്തിനെ കാട്ടിക്കും ഇൻഡാലിയം ഭയങ്കര ചൂടാവുന്നതുകൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ അത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റുണ്ട്. ഞാൻ ബാക്കി എടുക്കാൻ വിട്ടുപോയത്. അപ്പോഴേക്കും ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും കഴിഞ്ഞാൽ കൈയോടെ പാത്രത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എല്ലാം അപ്പമായിട്ട് പുതിയ പാത്രത്തേക്ക് മാറ്റിയിട്ട് അവിടെ കൊണ്ട് വെച്ചില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് എനിക്ക്. എന്നിട്ടപ്പോൾ മീൻകറി അപ്പുറത്തെ അടുപ്പത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ മീൻകറി ഉള്ളിയിട്ട് വറുത്തിടും. എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അതിങ്ങനെ വഴറ്റാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല കളർ നമ്മളെ മീൻ കറി നല്ല രസമായിട്ടോ. കണ്ടൊരു റെഡിഷും ഒരു യെല്ലോ കളർ മിക്സായ ഒരു കളർ വരും. നല്ല രസമാണ് കാണാൻ. അപ്പോഴേക്കും നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ചൂടാണ്. പാനൊക്കെ വെച്ചെടുപ്പത്ത് അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കാം. ഇന്നെന്താണാവുക കുഴപ്പമില്ലാതെ നല്ലൊരു വട്ടത്തിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ വട്ടാവും അല്ലെങ്കിൽ നീളാവും, അങ്ങനെയാണ്. കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ആരും പറഞ്ഞ് ഞാൻ കേട്ടു മൗസരിപ്പായിട്ട് കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആവുന്നു. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നല്ല പൊന്തി അതിട്ടിട്ട് കുഴച്ചോണ്ടാ തോന്നുന്നു. നല്ല പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തി മാവ്. ഇനി ഇത് ഗ്രീൻ ടീയാണ്. ഗ്രീൻ ടീ ഒരു ഇളം ചൂടോടെ എന്നും കുടിക്കും. എനിക്ക് ഭയങ്കര പണ്ടൊന്നും ഇഷ്ടമുണ്ടാകുന്നില്ല, ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒക്കെ റെഡിയായി രാവിലത്തെ. എല്ലാവരും കഴിച്ചു, ഞാനേ കഴിക്കാനുള്ളൂ. എന്താ ചപ്പാത്തി എല്ലാതും ഒരുവിധം ഒന്നെങ്കിൽ കരിയും അല്ലെങ്കിൽ വേവില്ല, രണ്ടും കൂടി നടക്കാറില്ല. അപ്പോൾ എന്നാലും അധികം കരണ്ടൊന്നുമില്ല കേട്ടോ. 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അത് അടച്ച് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിക്കറി അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കറി ഇത്ര കുറവും. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല. അത്ര വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ച ആ ടേസ്റ്റിന് വന്നില്ല. ഞാൻ ആദ്യം ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഉള്ളി വയറ്റി വന്നപ്പോൾ പിന്നെ റോസ്റ്റിനുള്ളത് ഇല്ല. അത്യാവശ്യം ചപ്പാത്തി കൂടി കുറച്ച് തോനെ വേണ്ടേ, അതുകൊണ്ട് ചപ്പാത്തിക്ക് ഇവിടെ കൂടുതൽ കറി കൂട്ടി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതൊന്ന് റോസ്റ്റ് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ, സീ യു. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം.